ഈ സേനാപതി ഇവിടെ ഒരുപാട് ജാമ്യം എടുത്തു. കനകോലുവിൻ്റെ ക്യാപ്സ്യൂൾ അതിന് മതിയാവത്തില്ല ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ശ്രീ സേനാപതി. കാരണം അങ്ങിവിടെ വാദിച്ച് ഉറപ്പിക്കാൻ പരിശ്രമിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൻ്റെ കക്ഷി, മന്ത്രി എന്ന തരത്തിൽ, തന്ത്രി പോലുമല്ല എന്നാണ് അങ്ങ് സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നത്. രണ്ടാമത്, കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയി എന്നുള്ളതാണ്. അടൂർ പ്രകാശ് അങ്ങനെ പോകുന്ന പോലെയല്ല കടകംപള്ളി പോകുന്നത്. അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നില്ല പോകുമ്പോൾ. അടൂർ പ്രകാശ് കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു, അടൂർ പ്രകാശ് പാർലമെൻറ്റ് മെമ്പറായിരുന്നു, അടൂർ പ്രകാശ് MLA ആയിരുന്നു, അടൂർ പ്രകാശ് നിലവിൽ UDFൻ്റെ കൺവീനറാണ്. അടൂർ പ്രകാശാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായി ഉള്ള ബന്ധം ദേശീയ തലത്തിൽ തന്നെ ഉറപ്പിച്ചെടുത്തത് അടൂർ പ്രകാശാണ്. നേരത്തെ ഇവിടെ ഉയർന്നു വന്ന ചോദ്യം ശ്രീ അജിംസ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് ഈ കാര്യത്തിൽ അടൂർ പ്രകാശിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റോള് എന്ന പ്രശ്നം വരുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലോട്ട് ഗൺമാനും പോലീസുമായിട്ടാണ് കടകംപള്ളി ചെന്നത്. ഗൺമാനും പോലീസും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് നിരായുധനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത്. ഈ രണ്ട് കയറ്റത്തിനും കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുണ്ട് ശ്രീ സേനാപതി. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ 2019 ശേഷമാണ് സ്വർണം കച്ചവടം നടത്തിയത്. അങ്ങ് തന്നെ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയി. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയവരുടെ കഥയൊക്കെ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം, 1-2 സെക്കൻഡ് കൊണ്ട് പറഞ്ഞുതരാം. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെല്ലുന്നത് ഇന്നത്തെ തന്ത്രി കണ്ഠര് രാജീവരുടെ സഹായത്തോടു കൂടിയാണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങയുടെ പാർട്ടിക്കാരനായ രാമൻ നായരും പിന്നീട് BJP പോയ രാമൻ നായരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലാവും. 2007 ഇദ്ദേഹത്തെ പരികർമ്മിയായിട്ട് അവിടെ നിയമിക്കുന്നത് രാജീവ് കണ്ഠരരാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. 2007 ദേവസ്വം ബോർഡിന് അന്ന് കാര്യമില്ല, അവരെല്ലാം ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് തന്ത്രി പരികർമ്മിയായിട്ട് നിയമിച്ചു. 2012-14 MP ഗോവിന്ദൻ നായർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് തന്നെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ഇദ്ദേഹത്തിന് ശമ്പളം കൊടുത്തുകൊണ്ട് കീഴ്ശാന്തി നിയമനം നടത്തി അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2012-14. 2014 പ്രയാർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തെ മേൽശാന്തിയുടെ സഹായിയായിട്ട് നിയമിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരാ എന്നുള്ള പാട്ടിന്റെ ഉത്തരം, പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ്. 2012 അയാളെ ഔദ്യോഗിക ജോലിയിൽ നിയമിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ഈ കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ അത് ചെയ്യാൻ കാര്യം VS ശിവകുമാറിന്റെ അനിയനായിട്ടുള്ള VS ദേവകുമാറിന്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ്. ഇങ്ങനെയാണ് പോറ്റി വന്നത്. ഇനി ഈ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ പോറ്റിയോടൊപ്പം ആരൊക്കെയുണ്ട് സർ? അടൂർ പ്രകാശുണ്ട്, ആന്റോ ആന്റണി ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, അതുപോലെ ഗോവർദ്ധൻ ഉണ്ട്, ഭണ്ഡാരി ഉണ്ട്. ഇവർ രണ്ടുപേരെ അങ്ങേക്ക് അറിയാമല്ലോ. ശബരിമലയിലെ കൊള്ള മുതൽ വാങ്ങിയെടുത്ത രണ്ടുപേരാണ് ഗോവർദ്ധനും ഭണ്ഡാരിയും. ഈ ഗോവർദ്ധൻ സോണിയാഗാന്ധിയുടെ ഈ കൊടുത്ത സമ്മാനപ്പൊതി ഏതാണ് നിങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്തത് ചരടെന്നോ നൂലെന്നോ ബ്രേസ്ലെറ്റ് എന്നോ എന്തു കുന്തോങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഗോവർദ്ധൻ കൊടുത്ത സമ്മാനപ്പൊതി ഇവരുടെ സാന്നിധ്യത്തിൽ, അടൂർ പ്രകാശിന്റെ സാന്നിധ്യത്തിൽ, ആരുടെ പ്രസൻസിലാ സാർ? അടൂർ പ്രകാശിന്റെ പ്രസൻസിൽ, ആന്റോ ആന്റണിയുടെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കൂടെ കൊടുത്ത സമ്മാനം എന്താന്ന് പറഞ്ഞാട്ടെ സാർ. അതിനൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മന്ത്രിയായിരിക്കുന്ന ഒരാളെ ദേവസ്വം മേൽശാന്തിയുടെ സഹായിയായിട്ടുള്ള ജോലിക്കാരൻ, അത് നിങ്ങൾ കണക്കാക്കണം. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊള്ളക്കാരനായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ നിയമിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ടൈം ഓഫ് ക്രൈം നടക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. കൊള്ള നടന്നിട്ടില്ല എന്ന വിവരം പുറത്തു വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ആരും അറിയുന്നില്ലല്ലോ. എന്റെ ചോദ്യം ഇതാണ്, നടന്നു കഴിഞ്ഞുള്ള ഒരു ക്രൈം, ഒരു നിമിഷം പി കെ ഗോപൻ, നടന്നു കഴിഞ്ഞ ഒരു ക്രൈം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമിന്റെ സമയത്ത് മന്ത്രി ഈ കുറ്റവാളിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ഗൗരവമില്ലാത്ത കാര്യമാണെന്നാണ് ഗോപൻ പറയുന്നത്. അത് സോണിയാഗാന്ധി കണ്ടതും അടൂർ പ്രകാശ് കണ്ടതുപോലെ സമീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഒരു ക്രൈം നടക്കുന്നു, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ആ കുറ്റവാളിയെ പോയി കാണുന്നു, ഇത് ചെറിയ കാര്യമാണോ? അല്ല, 2019 ഈ വിഷയം നമ്മുടെ മുമ്പിൽ, മുതലുള്ള വിഷയമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നത് ഈ ദേവസ്വത്തിന്റെ കാലത്തല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. 5 വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത്. അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാന്ന് അവിടെ? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അവിടെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് രംഗമല്ല, പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്.
അയാൾ കടകംപള്ളിയെ ക്ഷണിക്കുകയാണ്, വീട്ടിലേക്ക് ഒരു ചടങ്ങിന് ക്ഷണിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കടകംപള്ളി വെളിപ്പെടുത്തിയില്ലെന്ന്. അങ്ങയുടെ ആര് പറഞ്ഞു വെളിപ്പെടുത്തിയില്ലെന്ന്? കടകംപള്ളി SITക്ക് കൊടുത്ത മൊഴിക്കകത്ത് ആഴ്ചകൾക്ക് മുമ്പേ ഇത് പറഞ്ഞ കാര്യമാണ്. ആഴ്ചകൾക്ക് മുമ്പേ കടകംപള്ളി പറഞ്ഞു, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ്, എന്നെ അയാൾ ചടങ്ങിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇന്ന് നമ്മളിത് പുറത്തു വരുമ്പോൾ അയൽവാസിയുടെ സ്റ്റേറ്റ്മെന്റാണ്. അയൽവാസിയുടെ സ്റ്റേറ്റ്മെന്റിൽ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞെന്താ, നിരവധി തവണ സന്ദർശകനാണ് ആര്? അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ഇന്ന് UDFന്റെ അതിലേക്ക് ഞാൻ പറയാം. ഒരു മന്ത്രി, ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രി ഈ ക്രൈം നടക്കുന്ന സമയത്ത് ആ പ്രതിയുമായി കണ്ടു എന്നുള്ള വിവരം സമ്മതിക്കുമ്പോൾ ശ്രീ PK ഗോപൻ, കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് ആരോപിക്കാം ഇതിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് എന്നുള്ള ആരോപണം, അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാം. അതിലെന്താണ് തെറ്റ്? കാരണം ആ ക്രൈം നടക്കുന്ന സമയത്ത് മന്ത്രിയാണ്, ആ മന്ത്രി കുറ്റവാളിയെ കണ്ടിരിക്കുന്നു, അത് ചെറിയ കാര്യമല്ലല്ലോ.